നമസ്കാരം. 60,000 കോടി രൂപയുടെ പദ്ധതിയിൽ 6 അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യൻ നാവികസേന സർക്കാർ ഉടമസ്ഥതയിലുള്ള മസഗോൺ ഡോക്ക് ലിമിറ്റഡിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രൊജക്ട് 75 ഇന്ത്യക്ക് കീഴിലുള്ള അന്തർവാഹിനികളുടെ പരീക്ഷണം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് തീരുമാനമെന്നത് അടിവരയിട്ട് പറയണം. MDL ജർമ്മനിയുടെ ടൈസൺ ഗ്രൂപ്പിന്റെ പങ്കാളിത്തത്തോടെ ലാസന ടർബോ, നവന്റിയ എന്നിവയ്ക്കെതിരെ മത്സരിക്കുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം വർദ്ധിക്കുന്നതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഏറെ നിർണായകമാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാങ്കേതിക വികസനത്തിനുമായി പൊതുമേഖലാ യൂണിറ്റുകൾ മെച്ചപ്പെടുത്തുന്നതിലാണ് ഇന്ത്യൻ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമുള്ള 6 നൂതന അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. ഇത് AIP ഇല്ലാത്ത മുൻ മോഡലുകളെക്കാൾ കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ തുടരാൻ അനുവദിക്കുന്നു. AIP സാങ്കേതികവിദ്യയുള്ള ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണ് പ്രൊജക്ട് 75 ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി പദ്ധതി അതിന്റെ രണ്ടാമത്തെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി SSBN INS അരിഘട്ട് ഉടൻ കമ്മീഷൻ ചെയ്യുന്നതിനൊപ്പം മുന്നേറുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യാനുസരണം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ SSBN INS അരിഘട്ട് പരീക്ഷണങ്ങളിലൂടെയും നവീകരണങ്ങളിലൂടെയും അവസാന ഘട്ടത്തിലുമാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ അന്തർവാഹിനി ഔദ്യോഗികമായി പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. നാവികസേനയുടെ AIP ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ സ്പെയിനിലെ നവന്റിയ പരാജയപ്പെട്ടു എന്ന വിവരവും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്ക് അന്തർവാഹിനികൾ വിതരണം ചെയ്യുന്നതിനുള്ള ശ്രമത്തിൽ സ്പാനിഷ് കപ്പൽ നിർമ്മാതാക്കളായ നവന്റിയ നിലവിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുവെന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനം. നവന്റിയയുടെ ഓഫർ ഇന്ത്യൻ നാവികസേന നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധിത ആവശ്യകതകൾ നിറവേറ്റുന്നില്ല എന്ന് സമീപകാല പരീക്ഷണങ്ങൾ വെളിപ്പെടുത്തിയെന്നും വിവരമുണ്ട്. മത്സരാധിഷ്ഠിത ബിഡിംഗ് പ്രക്രിയയിൽ നവന്റിയയ്ക്ക് ഇപ്പോൾ പ്രവർത്തനക്ഷമമായ AIP ഉള്ള ഒരു അന്തർവാഹിനി ഇല്ല എന്ന് ശ്രദ്ധിക്കപ്പെട്ടു. മുൻപ് നവന്റിയ അതിന്റെ AIP സാങ്കേതിക വിദ്യയുടെ ലാൻഡ് അധിഷ്ഠിത പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയിട്ടുണ്ടെങ്കിലും അന്തർവാഹിനികളിലേക്ക് ഈ സംവിധാനത്തിന്റെ സംയോജനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആദ്യ പ്രവർത്തന വിന്യാസം 2025 വരെ പ്രതീക്ഷിക്കുന്നില്ല എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. നവന്റിയയുടെ AIP കഴിവുകളിലെ പോരായ്മകൾ ജർമ്മനിയിലെ ടൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസിനെ അന്തർവാഹിനി സംഭരണ പദ്ധതിയിൽ മത്സരാധിഷ്ഠിതമായി മുന്നേറാൻ അനുവദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. TKMS അതിന്റെ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 75 ഇന്ത്യ 6 നൂതന അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ലക്ഷ്യമിടുന്ന ഒന്നാണ്. കൂടാതെ AIP ആവശ്യകതകൾ നിറവേറ്റാനുള്ള കഴിവ് ഈ സംരംഭത്തിന്റെ വിജയത്തിന് നിർണായകമാണ്. പ്രൊജക്ട് 75ന്റെ ഉദ്ദേശം എന്താണ്? അതിലേക്ക് വരുമ്പോൾ ഒരു സംയുക്ത സംരംഭത്തിലൂടെ മികച്ച സെൻസറുകളും ആയുധങ്ങളും എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷനും സജ്ജീകരിച്ച 6 നൂതന പരമ്പരാഗത അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രൊജക്ട് 75 പട്ടികയിൽ ഉൾപ്പെട്ട 6 അന്തർവാഹിനികൾ എന്തൊക്കെയാണ്? അതിലേക്ക് വരുമ്പോൾ INS കൽവാരി, INS ഖണ്ഡേരി, INS കരഞ്ച്, INS വേല, INS വഗീർ, INS വാക്ഷീർ എന്നിവയാണ് പ്രൊജക്ട് 75ന് കീഴിലുള്ള 6 അന്തർവാഹിനികൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇത്. സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ളതും കൂടുതൽ പ്രാധാന്യമുള്ളതുമായ ആഗിരണം സുഗമമാക്കുന്നതിന് ഇത് സഹായിക്കും. കൂടാതെ ഇന്ത്യയിൽ അന്തർവാഹിനി നിർമ്മാണത്തിനായി ഒരു ശ്രേണിയിലുള്ള വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നതും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. സ്വാശ്രയത്വം ഉറപ്പാക്കാനുള്ള ഒരു മികച്ച നീക്കമായിട്ടും കാണാം. തന്ത്രപരമായ വീക്ഷണകോണിൽ നിന്ന് ഇത് നിലവിലെ ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിക്കും. എന്തായാലും മികച്ച നീക്കങ്ങളോടെ ഇന്ത്യ വിവിധ ഇടങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നേറട്ടെ.